ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒന്നിനൊരു സമയം കിട്ടുന്നില്ല. ഈ ലോൺലിനെസ് ഫീൽ ചെയ്യാൻ പോലും ഒരു സമയം കിട്ടുന്നില്ല എന്നുള്ളൊരവസ്ഥയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇന്ന് തന്നെ ഇപ്പോൾ രാവിലെ ഒരു ഡിഫൻസ് അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ലഞ്ച് കഴിയുമ്പോഴേക്കും വേറൊരു സെമിനാർ അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. മൊണോട്ടോണസ് ആയിട്ടാണ് ലൈഫ് പോകുന്നതെന്ന് എനിക്കിപ്പോൾ ചിലപ്പോൾ തോന്നാറുണ്ട്. കാരണം വർക്കിംഗ് ഡേയ്സ് എല്ലാം ഒരേ സ്കെഡ്യൂളാണ്. പക്ഷെ ഒരു തേഴ്സ്ഡേ ഫ്രൈഡേ ഒക്കെ ആകുമ്പോൾ നമുക്ക് ഇവിടെ നല്ലൊരു വീക്കെൻഡ് വൈബ്സ് കിട്ടി തുടങ്ങും. ഈ ഒരു മാസത്തിൽ ഞാനിവിടെ വന്നിട്ട് വേർതിരോ എന്നുള്ളതുപോലെ സംശയമാണ്. കാരണം ഭയങ്കര തണുപ്പാണ്. പിന്നെ ബോഡി അങ്ങനെ പ്രത്യേകിച്ച് മൂവ് ചെയ്യുന്നില്ല. ഈ ഒരു നടക്കണത് മാത്രമേ ഉള്ളൂ. അത് പിന്നെ ക്ലൈമറ്റിൻ്റേതായതുകൊണ്ട് നമുക്കിങ്ങനെ ഫീലും ആവില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഈ വൺസ് ഇൻ എ വീക്ക് ഒരു സൂംബ ക്ലാസ് ഉണ്ട്, അതിൽ പോയി ജോയിൻ ചെയ്യാന്നുള്ളത്. മറ്റുള്ള ഡേയ്സ് എനിക്ക് നടക്കില്ല. അപ്പോൾ ഫ്രൈഡേയ്സ് ആണെങ്കിൽ എനിക്ക് ഓക്കെയാണ്. കാരണം നെക്സ്റ്റ് ഡേ സാറ്റർഡേ ആണ്, രാവിലെ എണീറ്റ് പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ ഓൾമോസ്റ്റ് ഒരു മന്തിന് ശേഷമാണ് എനിക്കൊന്ന് എൻ്റെ ബോഡി മൂവ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. നല്ല വേദന ഉണ്ടായിരുന്നു, പക്ഷേ എന്നാലും ഐ വാസ് ഹാപ്പി ദാറ്റ് എൻ്റെ ബോഡി കുറച്ച് മൂവ് ആയി. അവർ പിന്നെ അവിടുന്ന് ഒരു ഡ്രിങ്ക് തന്നിട്ടുണ്ടായിരുന്നു. എന്തോ ഒരു ഹെൽത്തി ഡ്രിങ്ക് എന്നാണ് അവർ പറഞ്ഞത്. റൊണാൾഡോ ഒക്കെ എനർജിക്ക് വേണ്ടിയിട്ട് ഇത് കഴിക്കുന്നുണ്ട് എന്നും അവർ ക്ലെയിം ചെയ്തു. സോ സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ കുറേ മോട്ടിവേഷനൊക്കെ ആയിരുന്നു. അവർ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമിൽ സ്പ്രൈറ്റ്സ് ഒക്കെ കുടിച്ചപ്പോൾ അവർ ഭയങ്കരമായിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്തു. പിന്നെ ഈ ഡ്രിങ്ക് കുടിച്ചിട്ടാണ് അവർ അത് റെഡ്യൂസ് ചെയ്തേ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഭയങ്കര അടിപൊളിയൊന്നും അല്ല, ബട്ട് എൻ്റെ ബോഡിക്ക് കുറച്ചൊരു മൂവ്മെൻറ്റ് ഫീൽ ചെയ്തത് കൊണ്ട് തന്നെയാണ് എനിക്കിഷ്ടമായത്. പിന്നെ ന്യൂ ജോയിനീസിന് അവരൊരു ഫ്രീ പാസ് പോലെ ഒരു സംഭവം തന്നിട്ടുണ്ടായിരുന്നു. അതെന്താണെന്നുള്ളത് എനിക്കറിയില്ല. 23rd മാർച്ചിനെന്തോ ഏതൊരു പോർട്ട് വെനീസ എന്ന് പറഞ്ഞ പ്ലേസ് പോയിട്ട് വേണം നമ്മളിത് കാണിച്ച് എന്തൊക്കെയോ സർവീസസ് അവർ തരും. അപ്പോൾ എനിക്കറിയില്ല, അന്ന് പോവുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും. കമ്മ്യൂണിക്കേഷൻ ഇറ്റാലിയനിലായതുകൊണ്ട് എനിക്ക് പകുതി മനസ്സിലാവാറില്ല, ബട്ട് എന്നാലും ഇറ്റ്സ് ഓക്കെ.